ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു നോർത്ത് ഇന്ത്യൻ സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഈ ടൈപ്പ് പംകിനാണ് കേട്ടോ. നമ്മുടെ നോർത്ത് സൈഡിലൊക്കെയാണ് ഇത് കൂടുതൽ ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ സാധാ ടൈപ്പ് മത്തങ്ങയല്ല കേട്ടോ. ഒരു ചെറിയതാണ്, നല്ല കട്ടിയാണ് ഇതിൻ്റെ തൊലിക്കൊക്കെ. ഞാനിത് മുറിച്ച് കാണിക്കാം. നമ്മുടെ സാധാ മത്തങ്ങയുടെ കൂട്ട് തന്നെ ഇരിക്കുകയാണ്, പക്ഷേ ഒരുപാട് കട്ടിയാണ് കേട്ടോ. തന്നെ അല്ലെങ്കിൽ ഇത്രേ കാണത്തുള്ളൂ. ഇരുമ്പൊക്കെ വെച്ച് മുറിക്കാൻ നമുക്ക് ഒത്തിരി പാടാണ്. ഇത് ഞാൻ മുറിച്ചതാ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. നല്ലപോലെ വാഷ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി വേവിക്കാൻ വെക്കാം കേട്ടോ. കുറച്ച് വെള്ളം അതിനകത്ത് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും കേട്ടോ. ഈ റെസിപ്പിയുടെ പേര് ഗുൾഗുള എന്നാണ് കേട്ടോ. ഈ ദസറ സമയത്തൊക്കെയാണ് ഇത് കൂടുതൽ ഉണ്ടാക്കുന്നത്. ഈ റെസിപ്പി ഒരു നോർത്ത് ഇന്ത്യൻ ഫെസ്റ്റിവലാണ് കേട്ടോ ദസറ സമയത്താണ് ഇത് കൂടുതലായിട്ടും നമ്മുടെ ഈ നോർത്ത് സൈഡിലൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇത് നല്ലതുപോലെ വേവിച്ചതായി ഇതുപോലെ നമുക്കിത് ഉടച്ചെടുക്കാം കേട്ടോ. നല്ലതുപോലെ മാഷാക്കി എടുക്കണം. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒത്തിരി നല്ലതാണ്, നല്ല ഹെൽത്തിയാണ്. കുട്ടികൾക്ക് ഈ മത്തങ്ങയൊക്കെ തിന്നാൻ മടിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. എന്നൊരു മാഷർ വെച്ച് ഇതുപോലെ നല്ലതുപോലെ മാഷാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഞാൻ 1 കപ്പ് പഞ്ചസാര ഇടുന്നുണ്ട്, അതുപോലെ തന്നെ 1 കപ്പ് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര തിന്നാൻ മടിയുള്ളവർ ശർക്കര മാത്രം ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ മെൽറ്റായി വരണം കേട്ടോ ഒന്ന്. ഇതിനകത്ത് ഈ വെള്ളം പോലെ ഇരിക്കുന്നില്ല, ഇതെല്ലാം ജസ്റ്റ് ഒന്ന് കുറുകി വരണേ. ഒരു കുറുക്ക് പരുവത്തിൽ നമുക്ക് ആക്കിയെടുക്കണം. ഇതോടെ മെൽറ്റായി വന്നിട്ടുണ്ട് നല്ലതുപോലെ. അങ്ങനെ കട്ടയുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കസ്കസാണിത്. ഈ മസാലക്കകത്തൊക്കെ ഇവിടെ കിട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ കസ്കസ്. ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ മാത്രം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാമേ. എന്നിട്ട് നമുക്കിത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം, കാരണം ഇതിൻ്റെ ചൂടൊന്ന് ആറി കിട്ടണം കേട്ടോ. ചൂടൊന്ന് ആറി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് നമ്മുടെ ഈ ഏലക്കയില്ലേ, ഏലക്കയും ഗ്രാമ്പും കൂടെ പൊടിച്ചതാണ് കേട്ടോ, കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് നമുക്ക് കുറേശ്ശെ ഗോതമ്പ് പൊടി ഇട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഇടാവൂ, അതല്ലെങ്കിൽ ഒരുപാടായി പോവും. കുറേശ്ശെ ഇട്ടത് ഇങ്ങനെ നമുക്ക് ഇളക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ചുക്കുപൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഞാനത് കാണിച്ചിട്ടില്ല, ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് ചുക്കുപൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനകത്ത് അൺഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. എല്ലാം ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ പഞ്ചസാര മാത്രമാണ് അഡീഷണലായിട്ട് ഞാൻ ചേർത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതിൻ്റെയും കൂടി ശർക്കര ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കുറേശ്ശെ ഗോതമ്പ് പൊടി ഇട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ എത്ര ഇളക്കിയാലും ഇങ്ങനെ കുഴഞ്ഞു തന്നെ ഇരിക്കത്തുള്ളൂ. ഈ പരുവാക്കി എടുത്തിട്ടുണ്ട്.
നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അതിന് വേണ്ടി ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പം നമ്മൾ കുഴച്ച് വെച്ചിട്ടില്ലേ, അത് നമുക്കിതാ ഇതുപോലെ കുറേശ്ശെ എടുത്ത് നമുക്ക് എണ്ണയ്ക്കകത്തോട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കാം കേട്ടോ. കൈ പൊള്ളാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കുറേശ്ശെ ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഒരു സ്പൂണിനകത്ത് എടുത്തിട്ടായാലും കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയും ഹെൽത്തിയൊക്കെയാണ്. എല്ലാവരും ഒരു വട്ടമെങ്കിലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ കുറേശ്ശെ നമുക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാമേ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇത് പെട്ടെന്ന് ബ്രൗൺ കളറായി വരും കേട്ടോ. നമ്മൾ മത്തങ്ങയൊക്കെ ഓൾറെഡി വേവിച്ചായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറേശ്ശെ എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാമേ. ഇതാണ് നമ്മുടെ ഐറ്റം. നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തണം കേട്ടോ. താങ്ക് യു.